തുണി എടുക്ക്, അത് ഞാൻ ലോഹയായിട്ട് തയ്ച്ചെടുക്കാം. സ്യൂട്ട്. അതെ, നിങ്ങൾക്കത് സ്യൂട്ട്, എനിക്കത് പാരച്യൂട്ട്. പൈസ കൂടുതലായിരിക്കും, പറഞ്ഞില്ല എന്ന് വേണ്ട. ശരി, ബ്ലാക്ക് തുണി മതിയാകും. ഓഹോ കിറ്റി മോളെ, എന്റെ അഭിപ്രായത്തിൽ ആ വൈറ്റ് തുണിയായിരിക്കും നന്നായിരിക്കുക. മാത്രമല്ല നൈറ്റ് അല്ലേ ഇവന്റ്, ബ്ലാക്ക് ഇട്ടാൽ ഇംപ്രസ്ഡ് ആവില്ലേ മാഡം? നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഡോക്ടർ ബാലുവിന്റെ പേഴ്സണാലിറ്റിക്ക് വൈറ്റ് ആയിരിക്കും ചേരുക. കാരണം അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വൈറ്റ് ഒരു സമാധാനത്തിന്റെ നിറമല്ലേ. കളർ ഏത് തന്നെയായാലും ഇടുന്ന ആൾക്ക് സ്യൂട്ട് ആയിരിക്കണം. തുണി എന്തുമാത്രം ചെലവാകുന്നോ അത്ര പൈസ തന്നാ മതി. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ എന്തൊക്കെയായാലും ഡോക്ടർ ബാലുവിന് തന്നെ അവാർഡ് കിട്ടണം. അതുകൊണ്ട് ഈ വൈറ്റ് തന്നെ എടുത്തോളൂ. കിറ്റിക്ക് ആകെ വിഷമമായല്ലോ. മിക്കവാറും ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. വരൂ കിറ്റി, നമുക്ക് വേഗം പോകാം. പിന്നെ ഹണി, നീ ഈ സൂട്ട് തയ്യാറായി കഴിഞ്ഞാൽ അതും കൊണ്ട് വേഗം അവിടേക്ക് വരണം. ഓക്കെ മാഡം. അതെ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഭൂമിയിൽ ന്യൂനമർദ്ദം കാരണമാണ് മഴ പെയ്യുന്നത്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് ഡോക്ടർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സും അവരവർക്ക് വേണ്ടി അടികൈ. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം ഡോക്ടർമാരുടെ ഫാഷൻ ഷോ. ഇവരൊക്കെ ബണി പറയുന്നത് പോലെ തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇതുപോലെ തന്നെ നടക്കും. മേഡം, കിറ്റി, നിങ്ങൾ ഇദ്ദേഹത്തെ ചതുരക്കളമാക്കി മാറ്റിയോ? ഞങ്ങൾ ഈ ഡിസൈൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഓഹോ ഇല്ല, ആ ശർമാജിയെ ഞാൻ വെറുതെ വിടില്ല. ഇത് ചെയ്തത് ശർമാജി ഒന്നും അല്ല, ഈ ഞാനാ ചെയ്തത്. പക്ഷെ അത് എന്തിനായിരുന്നു? മേഡത്തിന് വൈറ്റ് സ്യൂട്ട് ഇടണമെന്നായിരുന്നില്ലേ ആഗ്രഹം? കിറ്റിക്കാണെങ്കിൽ ബ്ലാക്ക് മതി എന്നായിരുന്നു. ഞാൻ രണ്ടുപേരുടെ ആഗ്രഹം അങ്ങ് പൂർത്തീകരിച്ചു. ഇവിടെ ഒരു നിങ്ങളുടെ വായെന്ന പാറക്കെട്ടിൽ നിന്നും ചിരിയെന്ന വെള്ളം വരുന്നത് നിർത്തൂ. ഇത് എന്റെ ജോലി അല്ലായിരുന്നിട്ട് പോലും ഞാൻ ചെയ്തിരിക്കുന്നു. എന്റെ തലച്ചു വരുന്ന ടാങ്കിൽ വിവരമെന്ന പെട്രോൾ ഞാൻ നിറച്ചിരിക്കുന്നു. എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത്, ഭയങ്കര ഫണ്ണിയാണല്ലോ. കിറ്റി ക്യാച്ച്. അയ്യോ, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. സംശയമുണ്ടോ? അയ്യോ, അല്ല, ഈ ഡോക്ടർ ബാലുവിന് എന്താ സംഭവിച്ചത്? അല്ല, ഈ ഡോക്ടർ ബാലു ജോസ് പ്രകാശിന്റെ വേഷത്തിൽ ഇത് എങ്ങോട്ടേ പോകുന്നത്? ഇവിടെ വരൂ, ഞാൻ ഈ ഡ്രസ്സിന്റെ ട്രയൽ ഒന്ന് നോക്കുവാണ്. ഇതെന്റെ പുതിയ ഡ്രസ്സാണ്. ഈ ഡ്രസ് ഇട്ടാണ് ഞാൻ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്നത്. അവാർഡും എനിക്ക് തന്നെ കിട്ടും. വൗ, ഫാഷൻ ഷോ. അടിപൊളി ഫാഷൻ ഷോ. അതെ, ഞങ്ങൾ ഡോക്ടർമാരുടെ സെമിനാറുണ്ട്, കൊറോണയെ കുറിച്ചുള്ള ചർച്ചയുണ്ട്, കൂടാതെ മാങ്ങാച്ചാറിന്റെ മേളയും ഉണ്ട്. സെമിനാറിന്റെ ഭാഗമായിട്ട് ഫാഷൻ ഷോയും ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്ന് മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ബാലു, ഇതിനെയാണ് കാറ്റ് വാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് റാമ്പ് എന്നാണ് പറയുന്നത്. നീ പറയുന്നത് കൊണ്ട് ഇത് റാമ്പ് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ക്യാമ്പാണെന്ന്. ഇനി പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വേണമെങ്കിൽ പ്ലേറ്റ് വെച്ചിരുന്ന് കഴിക്കാം. റാമ്പിൽ സാധാരണ എന്താ ചെയ്യുന്നത്? താങ്കൾ ഇവിടെ ക്യാറ്റ് വാക്ക് ചെയ്യണം. സംശയമുണ്ടോ? ഇവിടെ വരൂ, ഞാൻ കരടിയാണ്. ഞാനിതിന് ക്യാറ്റ് വാക്ക് ചെയ്യണം. ഞാൻ കരടി വാക്ക് ചെയ്തോളാം. എനിക്ക് ആരെയും പേടിയില്ല.
ഈ റാമ്പ് എന്ന് പേരുള്ള വഴിയിൽ എന്റെ ചിന്തകൾക്കനുസരിച്ച് നടക്കും. മനസ്സിലായോ? പക്ഷെ റാമ്പിൽ നടക്കുന്ന രീതിയാണ് ക്യാറ്റ് വാക്ക് എന്ന് പറയുന്നത്. ശരി, ഞാൻ വാക്ക് ചെയ്യാം. നീ പറഞ്ഞാൽ മതി ഞാൻ ഏതൊക്കെ വക്കിലാണ് ക്യാറ്റ് വാക്ക് ചെയ്തതെന്ന്. പോപ്പട്ടെ, ഇവിടെ വരൂ. എന്നെ വാക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനിടയിൽ ഈ രണ്ട് ക്യാറ്റുകളും വാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. ദാ നോക്കൂ ശർമ്മജി, കോട്ട് കാണാൻ വളരെ ഭംഗിയായിരിക്കണം. ആ മാഡം ആക്ച്വലി ഇദ്ദേഹത്തിന് വേണ്ടി സൂട്ട് തേപ്പിച്ച് കഴിഞ്ഞാൽ അത് സൂട്ടായിട്ട് തോന്നില്ല, ഒരു വലിയ ലോഹയായിട്ടേ തോന്നുള്ളൂ. ഡോക്ടർ ബാലു, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്പീച്ച് എങ്ങനെയാണ് വേണ്ടതെന്ന്. ഇന്നലെ ഞാൻ വീട്ടിൽ വെച്ച് ചെസ് കളിച്ചപ്പോൾ എനിക്കാകെ ഭ്രാന്തായി. ഇത്രയും വലിയ ഓഡിയൻസിനെ കണ്ടപ്പോൾ ഞാൻ ഫാനായി. അടികൈ. രാവിലെ വിരിയുന്നത് സൂര്യകാന്തിയാണ്, ജനങ്ങളെ രക്ഷിക്കുന്നത് ഡോക്ടറിന്റെ കടമയാണ്. അടികൈ. ഇവിടെ വരൂ. ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്റെ മുഖത്ത് തുപ്പും. പറയുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റ് പോകും. തക്കാളിയും മുട്ടയും എറിഞ്ഞ് സീനാക്കും. ഞാൻ പറഞ്ഞു തരാം അവാർഡ് വിന്നിംഗ് സ്പീച്ച് എങ്ങനെ വേണമെന്ന്. എങ്ങനെയാ? സഹോദരി സഹോദരന്മാരെ, ഇവിടെ വരൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്തിരിക്കുകയാണ്. ഞാൻ ആരാണെന്ന് നിങ്ങളെ ഇൻഫോം ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്നേഹമെന്ന പഞ്ഞിയിൽ ഒട്ടിയിരിക്കുകയാണ്. കാറിന്റെ സീറ്റ് ബെൽറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. അയ്യോ ദൈവമേ, രക്ഷിക്കണേ. കൊള്ളാലോ, ഇയാളിന്റെ സ്പീച്ചിൽ മതിമറന്നു പോയി ഉറങ്ങിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ അവാർഡ് എനിക്ക് തന്നെ കിട്ടും. അയ്യോ, അയ്യോ, അയ്യോ. ഇത്രയും നേരം റാം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ എനിക്ക് വട്ടാണെന്ന് കരുതും. പിന്നെ അവാർഡും കിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമേ ഞാൻ ഇനി ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? ഇങ്ങനെ ഈ ഫാഷൻ ഷോയിൽ നമ്മുടെ നാടിന്റെ പേര് ചീത്തയാക്കുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഓഹോ ഓഹോ ഓ ഗോഡ്, എപ്പ തീർക്കും? എങ്ങനെ 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 തീർക്കും? എന്താ ചെയ്യുന്നത്? ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്തായി ചെയ്യുന്നേ? മാഡത്തിന് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഞാൻ മാഡത്തിന് ഡിന്നറിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ശബ്ദം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്ക്. ഹണി, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി കുക്കറിന്റെ ശല്യം ഉണ്ടാവില്ല. അല്ല, ഈ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് കുക്കർ നേരത്തെ വിസിലടിക്കുന്നേ. ഓ, എന്താ ഇത്? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? മാഡം അത് ചോറാണ്, അതായത് കുക്കർ. ഒന്നും ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല. പിസ്സ ഓർഡർ ചെയ്താ മതി. ഓ എന്റെ അമ്മച്ചി, എന്റെ കൈ ആകെ പൊള്ളിപ്പോയി. എന്നിട്ട് മേഡം അത് നോക്കിയത് പോലും ഇല്ല. അത് കുഴപ്പമില്ല ഹണി, മേഡം ഭയങ്കര ടെൻഷനില്ല. സംശയമുണ്ടോ? ബണി, കറണ്ട് പോയിരിക്കയാണ്. ഫീസ് ഒന്ന് ചെക്ക് ചെയ്യൂ. ശരി മാഡം. എടാ കഴുതേ, നീ എന്തായി ചെയ്തേ? മാഡത്തിന്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന് നിനക്ക് അറിയില്ലേ? നീ പോയി ഫ്യൂസ് നോക്ക്, ഞങ്ങൾ മാഡത്തിനെ സഹായിക്കാം. മാഡം, നിങ്ങൾ ജോലി ചെയ്തോളൂ, ഞങ്ങൾ ലൈറ്റ് കാണിക്കാം. ഓഹോ, സോ സ്വീറ്റ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്നെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ഈ ലൈറ്റ് ഇവിടെ തൂക്കിയിട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തോട്ട് പോവാം. അപ്പൊ ഡിസ്റ്റർബൻസ് ആവില്ല മേഡത്തിന്. ഇപ്പൊ പറഞ്ഞത് ബുദ്ധിയാണ്. സംശയമുണ്ടോ?
ഓഹോ. ഓഹോ. ആരാ ഈ നേരത്തെ എന്റെ ഫോണിൽ വിളിച്ച് മാഡത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഓഹോ. എന്താ ഈ കാണിക്കുന്നത്? ലാപ്ടോപ്പ് പൊട്ടിപ്പോവില്ലേ? കറണ്ട് വന്നല്ലോ. ഇനി പുറത്തു പോ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കേ. ശരിയായി ഹണി, ഇനി മണ്ടത്തരൊന്നും കാണിക്കല്ലേ. നമുക്കൊരു സിനിമ കാണാൻ പോയിട്ട് വരാം. വാ, ഞാൻ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. അടികൈ. മാഡത്തിന്റെ മുടി ആരാണ് കെട്ടിവെച്ചത്? ഞാനാ കെട്ടിയത്. മാഡം വീണ്ടും ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോ ഞാൻ തന്നെ പുറകിന്ന് കെട്ടിവെച്ചത്. അങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാലേ മുടി പുറകിന്ന് വലിയുന്നത് കൊണ്ട് മാഡത്തിന് ഉറക്കമേ വരില്ല. നിന്റെ മണ്ടത്തരങ്ങൾ ഈ ജന്മം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണോടാ മണ്ട ചെയ്യുന്നത്? എന്നാ പിന്നെ മാഡത്തിന്റെ കസേരയിലെ കുറച്ച് കാക്കകളെ കൊണ്ടിട്. അവര് കൂട്ടത്തോടെ കരഞ്ഞ മാഡത്തിന് ഉറക്കം വരില്ല. അല്ല, അതിനിപ്പോ പാതിരാത്രി കാക്കകളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ്? അപ്പൊ കാക്കകളെ കിട്ടിക്കഴിഞ്ഞാ നീ മാഡത്തിന്റെ റൂമിൽ കൊണ്ട് നീടുവോ? മിണ്ടാതിരിക്കെ. അവനെ എന്തിനാ വഴക്ക് പറയുന്നത്? ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഹണി ഇങ്ങനെ ചെയ്തത്. എന്റെ മുത്തശ്ശിയും എക്സാം ടൈമില് ഞാൻ ഉറങ്ങാതിരിക്കാൻ ഇങ്ങനെയാ ചെയ്യുന്നത്. ഇനി പോയിക്കോളൂ, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുക. എന്തുവാടേ ഇത്? ആ സ്റ്റോർ റൂമില് ഭയങ്കര പൊടിയാണ്. അതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി ഞാൻ ബെഡ്റൂമിൽ പോവാണ്. പിന്നെ 8 കാലുകളെ കൊണ്ടുള്ള ശല്യം വേറെയും. പോകണ്ട, ബെഡ്റൂമില് മാഡം വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് മാഡത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സംശയമുണ്ടോ? ഡോ, തനിക്കെന്താ? ഞാൻ അവിടെ ചെന്നൊരു പി ഊതാനൊന്നും പോകുന്നില്ല. മിണ്ടാതിരിക്കാൻ നോക്ക്. ഞാൻ അവിടെയുള്ള ഏതെങ്കിലും അലമാരയുടെ പുറകെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. വേണ്ട, നോ അഡ്മിഷൻ. ഏയ്, എന്നെ വെറുതെ തടയാൻ നോക്കല്ലേ. എന്റെ തല ശരിക്കും ചൂടാവുന്നുണ്ട്. പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല, എനിക്കൊരു സംശയം. ഇത്രയും ചെറിയ തല ചൂടായാൽ എന്താ സംഭവിക്കുക? അത് ശരി. എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് അതിനകത്തേക്ക് പോകാൻ കഴിയില്ല. ഏയ്, ഞാൻ അകത്തേക്ക് ഉറപ്പായും പോയിരിക്കും. പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്കിട്ടൊക്കെ ഒരു പണി തന്നിട്ടേ പോകുന്നുള്ളൂ. ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ഞാൻ പിടിച്ചേ. എടാ തോത്താറാം, അല്പം പുറകിലേക്ക്. ആ തോത്തറമേ, അല്പം പുറകിലേക്ക്. എന്താണത്? ഇനി പുറകെ പോയാലേ ഞാൻ സ്റ്റേജിന്റെ പുറകിൽ പോകേണ്ടി വരും. ഇവിടെ തന്നെ പിടിക്കാം. ഹാപ്പി. നീ ഇപ്പൊ തന്തൂരി പൂച്ചയായി മാറിയേനെ. സംശയമുണ്ടോ? സർ, ഇത് TR ആണ്. നമ്മുടെ മോഡലാണ്. സൽമാൻ സാറിനൊപ്പം ഷൂട്ടിങ്ങിന് വന്നതാണ്. എന്താ ഇത്? ഇയാളെ ബനിയനെ ലുങ്കി ഉടുപ്പിക്ക. എന്താ ഇത്? ബനിയനെ ലുങ്കി ഇട്ടിട്ട് ഷൂട്ട് ചെയ്യണമെന്നോ? ഇത് ആരാണെന്ന് അറിയാമോ? ഞാൻ ഡയറക്ടറാണ്. നീ എന്നോട് ചോദിക്കാണോ? എടോ, ഇത് ദരിദ്രനായ ഒരു കർഷകനാണ്. തനിക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, താൻ ആരാ ദരിദ്രൻ എന്ന് പറഞ്ഞേ? TR, നിങ്ങളുടെ ക്യാരക്ടർ ഒരു ദരിദ്രനായ കർഷകനാണ്. അതുകൊണ്ടാണ് ലുങ്കിയും ബനിയനും ഇടാൻ പറഞ്ഞത്. വിടാനാ പറഞ്ഞത്. പിന്നെ ഇനി എന്നെ പൊക്കുവാണെങ്കിൽ തന്നെ പൊക്കാൻ ഇവിടെ വേറൊരുത്തനുണ്ട്. എന്ത്? ഇവൻ പൊക്കോന്നോ? എന്റെ ഭായി ട്രെയിലർ കാണിച്ചു കൊടുക്ക്.
ഏയ്, ഏയ്. ഏയ്. തോത്താറാമ നിക്കേ, നീ ഇവിടെ പണിയെടുക്കാനാ വന്നത്, തല്ലുണ്ടാക്കാനല്ല. ഗുണ്ടായിസം കാണിക്കാണോ? ഐ ഡോണ്ട് വാണ്ട് ഹിം. ഷൂട്ടിംഗ് ബാക്കപ്പ്. നീ എന്താ കാണിച്ചത് ടിആർ? തന്റെ മോഡലിംഗ് കരിയർ തുടങ്ങുന്നതിന് മുൻപ് അവസാനിച്ചല്ലോ. വാ, ഡയറക്ടറോട് സോറി പറയാം. ഹാപ്പി പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സോറി. നീ വേഗം പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് വാ. സൽമാൻ എവിടെ? സൽമാൻ എവിടെ? കാണുന്നില്ലല്ലോ. സൽമാൻ എവിടെ? എന്റെ പൊന്നു ചേട്ടാ ഒന്ന് മാറി നിക്കാനല്ലേ പറഞ്ഞേ. സൽമാന്റെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നോ നിന്നെ ഞാൻ? ഇതാ പിടിച്ചോ. എന്റെ ഓണി എന്റെ പുറത്ത് കൈവയ്ക്കുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഐ എം നോട്ട് ഹാപ്പി. ഞങ്ങൾ സൽമാനെ കാണാനാണ് വന്നത്. അപ്പോഴേക്ക് ഇവർ ഞങ്ങളെ തല്ലാൻ തുടങ്ങി. അതെ, ഇതാണ് സൽമാൻ സർ. എന്ത്? സൽമാൻ അഹമ്മദ് വലിയ ഫേമസ് മോഡലാണ്. ഇദ്ദേഹത്തോടൊപ്പമാണ് ഇന്ന് ഷൂട്ടിംഗ്. ഞാൻ പോവുകയാണ്. നോ സർ, പ്ലീസ്, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ശരി ശരി, ഷൂട്ട് ചെയ്യാം. പക്ഷെ ഈ 4 മട്ടന്മാരെ എന്റെ മുന്നിൽ വരാൻ പാടില്ല. അതെ ബായ്, ഒന്നും തന്നെ നടക്കില്ല. എന്റെ കൂട്ടുകാർ ഇവിടെ തന്നെ ഉണ്ടാവും. അവരിവിടെ ഇല്ലെങ്കിലേ ഞാൻ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കില്ല. നീ എന്തായി കാണിക്കുന്നേ? ഇത് നിന്റെ കരിയറിന്റെ പ്രശ്നമാണ്. ഇതിൽ എന്താ പ്രശ്നമുള്ളത്? ഞങ്ങൾ പുറത്തു നിന്നോളാം. അതെ, ഞങ്ങൾ എന്തായാലും സൽമാനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഇത് സൽമാൻ അല്ല, സൽമാന്റെ ഡ്യൂപ്പാണ്. ചേട്ടാ, പഴയ സൂപ്പർ സ്റ്റാറിന്റെ പോസ് കൊടുക്കുന്നേ. എടാ വിട്ടേക്ക്, നീ കൊടുക്കുന്ന പോസ് കണ്ടല്ലേ നിനക്കെന്താ വാദം പിടിച്ചെന്ന് എല്ലാവരും വിചാരിക്കും. സംശയമുണ്ടോ? തോത്താറാമേ, ദാ ഇതുപോലത്തെ പോസ് കൊടുക്കേ. ഇതുപോലെ കൊടുത്താലുണ്ടല്ലോ നല്ല ബലശാലിയാണെന്ന് വിചാരിക്കും. ഒറ്റയ്ക്ക് ഒരു കാറിനെ തള്ളാൻ കഴിയുമെന്ന് വിചാരിക്കും. നിങ്ങളൊന്നും മിണ്ടായിരിക്കേ. ജിമ്മിൽ വെക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫി വേണം. തോത്തറാമേ, ബോഡി ബിൽഡറെ പോസ് കൊടുക്ക്. വാവ്, പെർഫെക്റ്റ്, ഫാന്റാസ്റ്റിക്. ഇത്ര ദിവസമായിട്ട് ഞാൻ ഏത് മോഡലിന് വേണ്ടിയാണോ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ആ മോഡൽ എനിക്ക് കിട്ടിയിരിക്കുവാണ്. ഐ ആം ഹാപ്പി. അല്ല, നിങ്ങൾ ആരാണ്? ഞാനാണ് ക്രിയേറ്റീവ് ഹെഡ്. എന്ത് ഹെഡ്? ഇങ്ങനെ ഒരു ഹെഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. എടാ, അവര് ഡിറ്റക്റ്റീവ് ഹെഡ് ആയിരിക്കും. സംശയമുണ്ടോ? അതെ, ഞാൻ ഡിറ്റക്റ്റീവായി മാറിയിരിക്കുകയാണ്. ഇത്ര നല്ല മോഡലാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഐ ആം ഹാപ്പി. ഐ ഹാപ്പി, ഐ എം ഹണി. എടാ കഴുതേ, അവരുടെ പേര് ഹാപ്പി എന്നല്ല. അവര് പറഞ്ഞതേ അവർക്ക് സന്തോഷം ഉണ്ടെന്നാ. സംശയമുണ്ടോ? അല്ല, എന്റെ പേരും ഹാപ്പി എന്നാണ്. നിങ്ങളുടെ പേരെന്താണ് ഹാൻസം? കിറ്റ് കിറ്റ്. പക്ഷെ സ്നേഹമുള്ളവർ എന്നെ കിറ്റ് കിറ്റ് എന്നാ വിളിക്കാറ്. എന്റെ ബായ് ഹാൻസം എന്ന് പറഞ്ഞാൽ ഞാനാണ്. അല്ലേ മേഡം? അതെ, അങ്ങയുടെ പേരെന്താണ്? തോത്താറാം. തോത്താറാമെന്നോ? നോട്ട് വർക്കിംഗ്. ഇന്ന് മുതൽ നിങ്ങളുടെ പേര് TR എന്നാ. ടയർ. ഇതെന്താ പേരാണിത്? അത് ശരി, അപ്പൊ ടയറിന് പേരുണ്ടോ? ടയർ എന്നല്ല, TR. പരസ്യ ലോകത്ത് ഇങ്ങനെയുള്ള പേരെ വർക്കൗട്ട് ആവൂ.
വെരി ഗുഡ് ഐ ആം ഹാപ്പി വെൽക്കം സോർദാർ നീ എന്തിനാ ഈ ട്രോളി കൊണ്ടുവരുന്നത് കോസ്റ്റ്യൂം ഡിസൈനർ ഹണിയല്ലേ ടീം വർക്ക് മനസ്സിലായോ? ഐ ആം ഇംപ്രസ്ഡ് പക്ഷെ ഇന്നലെ പറഞ്ഞതേ ഹാപ്പി എന്നാണ്. പേര് ഹാപ്പി എന്ന് തന്നെയാണ്. നിങ്ങൾ കാരണം ഞാൻ ഇംപ്രസ് ആയിരിക്കുക. ശരി വാ ഫോട്ടോഷൂട്ട് തുടങ്ങാം. അല്ല സൽമാൻ എവിടെ? അദ്ദേഹം ഫോട്ടോഷൂട്ടിനൊന്നും വരില്ല. അദ്ദേഹം നാളെ ഷൂട്ടിനെ വരികയുള്ളൂ. ഓക്കേ തോത്തറമേ വാടാ. ഓ എടാ അവന്റെ മുഖത്ത് ലൈറ്റ് അടിക്ക്. ആരും പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെ പോയ പോപ്പട്ടിന് ദേഷ്യം വരും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ ഞാൻ തന്നെ ലൈറ്റ് അടിക്കാം. നിർത്ത് നീ എന്താ ഈ കാണിക്കുന്നേ? അത് പിന്നെ പോപ്പട്ട് തോത്താറാമന്റെ മുഖത്ത് ലൈറ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് സൂക്ഷിച്ച്, ഈ മരമണ്ട തീർച്ചയായിട്ടും മുഖത്തോടൊപ്പം താങ്കളുടെ കരിയർ അവസാനിപ്പിക്കും.